ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. പലർക്കും ഷോപ്പിംഗ് ഈ വീഡിയോയൊക്കെ കാണാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ടതാ. താല്പര്യം ഇല്ലാത്തവർ അങ്ങ് സ്കിപ്പ് അടിച്ചോ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. വൈകുന്നേരമാണ് ഞാനും റീച്ചാനോട് പോയ, പിള്ളേരെയും കൊണ്ടൊന്നും പോയില്ല. പിള്ളേരെയും കൊണ്ട് പോയാൽ നമ്മൾ ചിന്തിച്ച സമയത്ത് വരാനും ഒക്കത്തില്ല. അവരുടേതായ രീതിയിൽ അവരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാമെന്ന് വെച്ചു. ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം കുറച്ച് നമുക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, പിന്നെ നാട്ടിൽ കൊണ്ടുവരാനുള്ളതായിട്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇന്നത്തെ ദിവസം റീച്ചാനുണ്ടായിരുന്നു വീട്ടിൽ. രാവിലെ റീച്ചാനും പോളൂടെ പോയി പോളിനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ പോയി. അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഞാനും റീച്ചാനൂടെ പോയത്. റീച്ചാൻ ഇന്ന് മൊത്തം യാത്രയായിരുന്നു. പക്ഷേ റീച്ചാൻ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ആ മുകളിലത്തെ ആ വട്ടത്തിലുള്ളതുണ്ടല്ലേ, ദാണ്ട് അത് ചെറിയൊരു സാധനമാണേലും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ഈ സൂചിയൊക്കെ കോർക്കാൻ ഇത് വളരെ ഉപകാരമാണ്. പിള്ളേർക്ക് പെൻസിലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം ഒരെണ്ണം വാങ്ങിക്കാക്കത്തില്ലല്ലേ, 2 പേർക്കും വേണമല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ പുറകിൽ ഇറേസറുള്ള അത് വാങ്ങിച്ചാൽ മതി, അല്ലാത്തത് വാങ്ങിക്കേണ്ടെന്ന്. നമ്മൾ അപ്സരയുടെയാണ് ഇവിടെ പ്രൈസിന് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറേസർ മൂട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇത് വേറൊരു ടൈപ്പ്. അത് എന്നാകുമ്പം ഇറേസറും ഉണ്ടല്ലോ, പിള്ളേർക്ക് മായ്ക്കുകയും ചെയ്യാമല്ലേ. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോയതാ. ഞങ്ങളൊരു എത്ര മണിക്ക് 6 മണിക്കങ്ങോട്ട് പോയിട്ട് വന്നണ്ണേ മണി 10 എങ്ങനെയൊക്കെയാന്നേലും നമ്മൾ പെട്ടെന്ന് നോക്കിയെടുത്ത് വരണമെന്ന് പറഞ്ഞാലും പറ്റത്തില്ല കാര്യങ്ങൾ. ഇങ്ങനെ അങ്ങ് സമയം പോവും. ഞാനന്നേരം പിള്ളേർക്കുള്ള ഈ ടിഫിൻ ബാഗ് വാങ്ങിക്കാൻ നേരം ഒന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ട്, അഥവാ വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളത് അറിയാനായിരുന്നു. ഒന്ന് വീഡിയോ എടുത്ത് ആങ്ങളൊക്കെ അയച്ച് കൊടുത്തിട്ട് സർപ്രൈസ് ആണെന്നും പറഞ്ഞ് കൊണ്ടുവന്നും പറഞ്ഞിരുന്നേ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങനെ ഡിമാർട്ടിൽ നിന്നാൾ ടിഫിനും 3 ടിഫിൻ ബോക്സും ഉണ്ടായിരുന്നു, ഡബ്ബ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ബാഗും ഉള്ളത് വാങ്ങിച്ചപ്പം അത് ഞാനൊന്ന് കാണിച്ചോണ്ടേ അവൻ പറയോ എടി ഇവിടെയൊക്കെ ഉള്ളവർക്ക് അത് നല്ല ചപ്പാത്തി ബാജിയൊക്കെ ഇട്ട് കൊണ്ടുപോകാം. നാട്ടിൽ കൊച്ചുങ്ങൾക്ക് ചോറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കുഞ്ഞ് ഡബ്ബയായിരുന്നു. ഞാനത് കാണിച്ചത് കാര്യം, അല്ലെങ്കിൽ അത് ഞാൻ വെറുതെ സർപ്രൈസിനായിട്ട് കൊണ്ടുപോയിട്ട് അതെത്ര 300 രൂപയായിരുന്നു ഒരെണ്ണത്തിനും, വെറുതെ ഇതായതിന്. അതുകൊണ്ട് ഞാനിതൊന്ന് കാണിച്ചാൽ. ഞങ്ങളന്നേരം ഇങ്ങനെ കൈ വെച്ച് കാണിച്ചോണ്ടേ നിൽക്കുന്നു. അവിടെ നിന്ന് പുള്ളി പറഞ്ഞ് ഇവിടോട്ട് വെച്ചിട്ട് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരിതുപോലുള്ളൊരു ചെറിയ ബാഗ് വേണമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ കളറായിരുന്നു. അപ്പോൾ സംഗതി എന്തുവന്നോ, അതിൻ്റെ അകത്ത് ടിൻസ് എന്ന് എഴുതിയേക്കുന്നത് തല തിരിച്ച എഴുതിയേക്കുന്നത്. അയാളാവുന്നേ അതൊന്ന് കറക്കി നേരെ ആക്കാമെന്ന് നോക്കി പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ അത് ഒരു ലെതർ പോലുള്ളതായിരുന്നു. എനിക്കത് ആ ടൈപ്പ് ഇഷ്ടമായി. പിന്നെ അതെടുക്കാൻ പറ്റാഞ്ഞു. പിന്നെ റീച്ചാനൊരു ബ്ലാക്ക് സെലക്ട് ചെയ്ത്. എനിക്ക് മറ്റേതിനോടായിരുന്നു ഇഷ്ടം. പക്ഷെ അന്നേരം ഞങ്ങൾ പറഞ്ഞത് കണ്ടിച്ചത്, അന്നേരം അയാൾ പറഞ്ഞ് കണ്ടിച്ചാൽ ചിലപ്പം
ബാഗൂടെ അങ്ങ് ഒരു ഹോള് പോലെ ആകും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും. അതൊരു വല്ലാത്ത ഇതായിപ്പോയി. അതായിരുന്നു നല്ലത് കാണാൻ. അയാളത് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പോഴത്തെ പാഷൻ ഇതൊക്കെയാണ്. റീച്ചാൻ പറഞ്ഞ് ആൾക്കാരെക്കാടെ ഞാൻ പറഞ്ഞു, റീച്ചാൻ പറഞ്ഞു ഇങ്ങനെ കുനിഞ്ഞ് തിരിഞ്ഞ് കിടന്ന് നോക്കണ്ടേ. ഞാൻ പറയൂ അങ്ങനെയൊന്നും ആരും നോക്കത്തില്ല റീച്ച, സാരമില്ലെന്ന്. റീച്ചാൻ താറന്നിട്ട പറഞ്ഞു അത് വേണ്ടാന്ന്. അങ്ങാരും പറഞ്ഞേൽപ്പിച്ച് ഇപ്പോഴത്തെയൊക്കെ ട്രെൻഡിങ് ഇങ്ങനെ പേര് തിരിഞ്ഞാ കിടക്കുന്നതിന്. റീച്ചാൻ പറഞ്ഞു അങ്ങനെ വേണ്ടാന്ന്. ഞാൻ ഈ തലയിൽ വെക്കുന്നതിന് ഹെയർ ബാൻഡ് എൻ്റെ കയ്യിലുള്ളത് കുഴപ്പമില്ലായിരുന്നു, റീച്ചാൻ വാങ്ങിച്ചോട്ട് തന്നെയാണ്. ഇത് ബ്ലാക്ക് ഇതേ ഉള്ളായിരുന്നു, പ്ലാസ്റ്റിക്. പക്ഷേ വേറൊന്നുമല്ല, ഞാൻ വേറൊരു ടൈപ്പ് ചോദിച്ചിട്ടില്ല. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2-3 ദിവസമല്ല ഞാനിത് ഞങ്ങൾ ഈ ഷോപ്പിംഗ് ചെയ്തിട്ട് ഞാനന്ന് തലയിലോട്ട് വെച്ചതും അല്ലാതെ ഒടിഞ്ഞു പോയി. വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചെന്നുള്ള ഒട്ടും കട്ടിയില്ലായിരുന്നു അതിന്. നമുക്കറിയത്തില്ല എങ്ങനെ ഇത് എത്ര രൂപ ഈ ഒരു സെറ്റിലാണോ ഇരിക്കുന്നത്? ഇതൊക്കെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാ. എന്തൊക്കെയാ അവിടുന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ, അതൊന്ന് കാണിക്കാമേ. വെജ് പാറ്റീസ് വാങ്ങിച്ചു, പിന്നെ എന്തുവാ ഷേവിങ് സെറ്റ്, കോഫി പൗഡർ, ചോക്ലേറ്റ് അവന്മാർ പകുതിയാക്കി ഇത് വാങ്ങിച്ച്. ഇത് ഞാൻ ഈ ചർച്ചിലൊക്കെ പോകുമ്പോഴേ ചോക്ലേറ്റ് ഒരു 4-5 കൊണ്ടുപോകും. പിന്നെ അവിടെ കരയുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഓരോന്ന് കൊടുക്കും. പിന്നെ സസ്പെൻഷണ്ണി, സോപ്പ് പൗഡർ, പിന്നെന്തുവാ സോഡ, ഇതൊരു 3-4 പാക്കറ്റ് ചിപ്സ്. പിന്നെ ബാക്കി തുണികളെ ഐറ്റംസൊക്കെ ഞാൻ പിന്നെ കാണിക്കാമേ, ഇപ്പോൾ ഒത്തിരി ലേറ്റായി വന്നിട്ട്. ഇത് ഞാൻ പിന്നെ എടുത്തതാ വീഡിയോ. പോളിന് ഒരു ജീൻസ് എടുത്ത്, അതിപ്പോൾ അവന് ഉപയോഗിക്കാൻ എടുക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചതാ. തപ്പി കിട്ടിയതാ. അവൻ ഈ തുട പിടിക്കും, അതുകൊണ്ട് അതനുസരിച്ച് വാങ്ങിക്കണമായിരുന്നു. ഞാനെന്നാൽ നോർമൽ സൗണ്ട് തന്നെ ഇടാമെന്നും പറഞ്ഞിരിക്കുക. നോക്കട്ടെ, ഞാൻ ഇച്ചിരി കഴിഞ്ഞ് നോർമൽ സൗണ്ട് ഇടാം. കാരണം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ടേ ഫാനൂടെ കിടക്കുന്നത് കൊണ്ട് ഭയങ്കര കുടുകുടു സൗണ്ടൊക്കെ. അപ്പോൾ ഇത് ഷർട്ട് വാങ്ങിച്ച ഇത് റീച്ചാൻ സെലക്ട് ചെയ്ത്. റീച്ചാൻ ഞാൻ പോയില്ല, ഇവർ രണ്ടും കൂടെ പോയത്. റീച്ചാൻ ഇതേ കളർ ഒരു 4 എണ്ണം ഉണ്ട്. പോൾമോൻ വേറെ സെലക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവരുടെ സൈസിനുള്ളത് പിന്നെ ഇനി എപ്പോഴാണ് പോയതെന്ന് പറയും. ഇവരിത്തിരി ദൂരെ എവിടെ കണ്ടാണ് പോയത് രാവിലെ. അവൻ ഇത് സെലക്ട് ചെയ്ത്. വേറെ ബ്ലാക്കും വൈറ്റുമേ ഉള്ളായിരുന്നു, അതവർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിച്ചു. റീച്ചാൻ പിന്നെ ഒരു വെള്ള ലൈൻ എടുത്തായിരുന്നു, അത് ഞാനിപ്പോൾ എടുത്തില്ല. ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. ഡാഡിക്കും ഒരു വേറെ വെള്ള ലൈനുള്ളത് ഡാഡിക്കും റീച്ചാനൂടെ, അതും റീച്ചാൻ പോയി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം അത് ഡാഡിയുടെ കബോർഡിലാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോയി ഇപ്പോൾ എടുക്കാഞ്ഞ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാമെന്ന്. ബാഗ് വാങ്ങിച്ചു. എനിക്ക് ബാഗ് ഉണ്ട്, അതിൽ അധികം ഒന്നും അതിൽ കൊള്ളത്തില്ല. ഞാനിപ്പോൾ ചർച്ചിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ബൈബിളും കുഞ്ഞെന്തെങ്കിലും ഒരു ബോട്ടിലൊന്നും വെള്ളം ബോട്ടിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇതാ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറൊന്നായിരുന്നു. അതിൻ്റെ അകത്ത് അവർ ആ ട്വിൻസ് എന്ന് എഴുതിയത് തലതിരിച്ചായിരുന്നു അത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ റീച്ചാൻ പറഞ്ഞ് ഇത് വാങ്ങിയിരുന്നു. എനിക്കിതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. അതിപ്പോൾ ആ ഒരെണ്ണം 200 രൂപ. പിന്നെ വാങ്ങിച്ച ഞാൻ പറഞ്ഞ ഇത് പിള്ളേർക്ക് വാങ്ങിച്ച ടിഫിൻ ബാഗ് 2 എണ്ണം വാങ്ങിച്ച്, 2 കൂടെ. കളർ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി സെയിമാണ്. പിന്നെ എനിക്കൊരു ബാഗ്, ഇതിന് 300 രൂപ. അറിയത്തില്ല എത്ര. ആ എഴുത്തൊക്കെ റീച്ചാൻ പറയുന്ന എഴുതിയേക്കുന്ന അതൊക്കെ ഇത് കളർ പോകുന്നു അറിയത്തില്ല. ലെതർ പോലെ ഇരിക്കുന്ന ഇതാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഒരു ബോട്ടിലും ഒരു ബൈബിളൊക്കെ വെച്ച് പോകാനും അങ്ങനെയൊക്കെ ഉള്ളു. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കാൻ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളൊരു ബാഗ് വാങ്ങിച്ചു.
300 രൂപ. ചപ്പൽ ഈ ഫ്ലൈറ്റ് ഫാനിൻ്റെ ഇത്തിരി ഏർപ്പം ഞാൻ പറയുമ്പം അത്ര നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് പറയുന്നത് നമ്മൾ ഡബ് ചെയ്യുന്നതായിട്ടൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് കപ്പുണ്ട്. എനിക്ക് അവിടെ തന്നെ ആ ഒരു കപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേറെ പൊട്ടാതിരിക്കുക ഇതിലിട്ടത് സെറാമിക്. അപ്പം ഇതിൽ മെഡിസിനൊക്കെ ഇട്ടുള്ളത് പോകാൻ. പിന്നെ 2 നൈറ്റി എടുത്തു. നല്ല കോട്ടൺ നൈറ്റ്. ഞാൻ എനിക്കെടുത്തതല്ല, നാട്ടിൽ കൊണ്ടുപോകാൻ എടുത്തിയ നല്ല അടിപൊളി കോട്ടൺ നൈറ്റിയാണ്. ഇവിടെ കുറേ ബോട്ടിലുണ്ട്. എന്നാലും എനിക്കിത് കണ്ടോടെ ഇഷ്ടം. ഞാൻ കാണിക്കാൻ ബോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ ഞാൻ കുറേ ബോട്ടിൽ കൊണ്ടുപോയി. എനിക്ക് ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. എത്ര എടുത്തു വെച്ചാലും അതുപോലെ ഈ മക്കൾ കൊണ്ട് കളയുകയും ചെയ്യും. സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരും. ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്ന എല്ലാം പ്രൈസും കൊണ്ട് മറന്നിട്ട് വരും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അങ്ങനെ സ്കൂളിൽ പറഞ്ഞോണ്ടേ അവർ പറഞ്ഞായിരുന്നു ഈ ജോലിക്കാരും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ബോട്ടിൽ ശേഖരണം ഇതുണ്ട്. ഇത് ഇന്നലെ വാങ്ങിച്ച ഇത് ഇതുപോലുള്ള ഒരെണ്ണം ഞാനിപ്പം യൂസ് ചെയ്തത്. പിന്നെ അവിടെ ഇപ്പോൾ 2 കാണുമ്പോൾ വാങ്ങിക്കും. ഇതിൻ്റെ ഒരു പിങ്ക് കളർ അതുകൂടെ വാങ്ങി. ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിൽ എത്ര ബോട്ടിൽ പിങ്കും വേണമെന്ന് ചോദിച്ചു. ഇത് ബ്രഷും പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ. പിന്നെ ടിഷ്യൂ പേപ്പർ. ഇത് പാവാട വള്ളി നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് 2 ഡബ്ബ വാങ്ങിച്ച് ഈ ഫ്രൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ. സ്കൂളിൽ ഫ്രൂട്ട് ഇട്ടുകൊണ്ട് പോകാൻ. അവന്മാർക്ക് 2 പെൻസില്. പിന്നെ ഒരു ബ്രഷ്. ഇത് മൊബൈൽ സ്റ്റാൻഡ്. നാട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ നാട്ടിൽ പോലെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ആ കൊച്ചുങ്ങളിൽ കളിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടേ മൊബൈൽ ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡായിട്ട് വയ്ക്കാം. അത് 3 വാങ്ങിച്ചു. ഇത് ഇതുണ്ടല്ലേ, ആ ഒരെണ്ണം കൊണ്ട് നമുക്ക് സൂചി കോർക്കാൻ നല്ലതാണ്. ഇതങ്ങോട്ട് ആ സൂചിയുടെ പിടുത്തേലോട്ട് നിന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതങ്ങ് വികസിക്കും. അന്നേരം അതിൻ്റെ അകത്ത് നൂലിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ഈ സിങ്കിൻ്റെ അകത്ത് ഇടുന്നതാണ്. വേസ്റ്റ് കച്ചട ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴിയുമ്പോഴേ ചോറൊക്കെ അങ്ങ് ഡയറക്റ്റ് നമ്മൾ അങ്ങനെ അത് ഇട്ടാലും പിന്നെ ഇതെടുത്ത് വെള്ളം വരാൻ വെച്ചിട്ടെടുത്ത് വേസ്റ്റ് ബക്കറ്റ് ഇട്ടാൽ മതി. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാം ഒന്ന് അടിഞ്ഞു കിടന്നത്. പിന്നെ കുറച്ച് സ്ലൈഡും ഒക്കെ വാങ്ങിച്ചു. അത്ര മൂക്കോയി. ഇതെത്ര ഒരെണ്ണം 35 രൂപയാണ്. ഇത് 20 രൂപ. അത്രയൊക്കെ
കാണിച്ചത്, ജീൻസ് ഞാൻ കാണിച്ചല്ലോ രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ആ ഫാനിൻ്റെ സൗണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.